കോഴിക്കോട് വടകരയിൽ ജനവാസ മേഖലകളിൽ ശുചിമുറി മാലിന്യം തള്ളാൻ ശ്രമിച്ച സംഘത്തെ നാട്ടുകാർ പിടികൂടി. വടകര അക്ലൂത്ത് നട കനാലിലും പുത്തൂർ അരക്കിലാട് റോഡിലും സ്ഥിരമായി മാലിന്യം തള്ളിയ സംഘത്തെയാണ് നാട്ടുകാർ പിടികൂടിയത്. മാലിന്യ ലോറി നാട്ടുകാർ തടഞ്ഞെങ്കിലും നാട്ടുകാരെ വെട്ടിച്ച് കടന്ന സംഘത്തെ കിലോമീറ്ററുകളോളം പിന്തുടർന്ന് നാദാപുരത്ത് വെച്ചാണ് അതിസാഹസികമായി പിടികൂടിയത്. വടകര മേഖലയിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി വൻതോതിൽ ശുചിമുറി മാലിന്യം തള്ളുന്നതായി പരാതി ഉയർന്നിരുന്നു. തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് സംഘം കുടുങ്ങിയത്. പ്രത്യേക ആസൂത്രണത്തോടെയായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനം. മാലിന്യം തള്ളുന്നതിന് മുന്നോടിയായി ജീപ്പിലെത്തുന്ന സംഘം പ്രദേശം നിരീക്ഷിച്ച ആളുകളില്ലെന്ന് ഉറപ്പുവരുത്തും. തുടർന്ന് ടാങ്കർ ലോറി എത്തിച്ച് നിമിഷങ്ങൾക്കകം മാലിന്യം തള്ളി രക്ഷപ്പെടുകയാണ് ഇവരുടെ പതിവ്. സംശയകരമായ രീതിയിൽ ജീപ്പ് കറങ്ങി നടക്കുന്നത് പ്രദേശത്തെ CCTV ദൃശ്യങ്ങളിൽ കണ്ടതോടെ നാട്ടുകാർ ഇവരെ കുടുക്കാൻ വലവിരിക്കുകയായിരുന്നു. ടാങ്കർ ലോറിയാ എന്ന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി ടാർപോളിംഗ് കൊണ്ട് കെട്ടി അതൊരു സാധാരണ ലോറിയാക്കി മാറ്റിയതിന് ശേഷമാണ് ഇവർ ഈ മാലിന്യം തള്ളുന്നത്. അങ്ങനെ ഇന്നലെ 1:45 മണിക്ക് ഇത് തള്ളുന്ന സമയത്ത് തൊട്ട അയൽവാസിയായ മുസ്തഫ എന്ന് പറയുന്ന ആൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയും വണ്ടി തടയുകയുമാണ് ഉണ്ടായത്. എന്നാൽ അദ്ദേഹത്തെ തട്ടിമാറ്റിക്കൊണ്ട് വണ്ടി പോവുകയും ചെയ്തു. പുലർച്ചെ 1:45 മാലിന്യവുമായി എത്തിയ ലോറി നാട്ടുകാർ തടഞ്ഞു. എന്നാൽ നാട്ടുകാരെ തട്ടിമാറ്റി ലോറി അതിവേഗം മുന്നോട്ട് നീങ്ങി. തുടർന്ന് ലോറിക്ക് അകമടിയായി എത്തിയ ജീപ്പിനെ നാട്ടുകാർ പിന്തുടർന്നു. കിലോമീറ്ററുകളോളം പിന്തുടർന്ന് നാദാപുരത്ത് വെച്ചാണ് ജീപ്പിലുണ്ടായിരുന്ന ഉമ്മർ, നൌഷാദ് എന്നിവരെ നാട്ടുകാർ പിടികൂടിയത്. ഇവരെ കൊണ്ട് തന്നെ ഫോണിൽ വിളിപ്പിച്ച് കടന്നുകളഞ്ഞ ടാങ്കർ ലോറിയും പോലീസിന് മുന്നിലെത്തിച്ചു. ടാർപോളിന് ഉപയോഗിച്ച് മൂടി സാധാരണ ചരക്ക് ലോറിയുടെ രൂപത്തിലാക്കിയാണ് ശുചിമുറി മാലിന്യവുമായി ടാങ്കർ ലോറി എത്തിച്ചത്. നാദാപുരം പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെയും വാഹനങ്ങളും പിന്നീട് വടകര പോലീസിന് കൈമാറി. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.